Hi dears, Calicut University 6th semester BCom ഇൻകം ടാക്സ് ആൻഡ് GST എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന പേപ്പറിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന പേപ്പറാണ് ഇൻകം ടാക്സ് ആൻഡ് GST എന്ന പേപ്പർ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. 5 മൊഡ്യൂളുകളാണ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് വരുന്നത്. അതിലെ ഫസ്റ്റ് 2 മൊഡ്യൂൾ ഇൻകം ടാക്സിൻ്റെ ഭാഗത്തുനിന്നും പിന്നീട് വരുന്ന 3 മൊഡ്യൂൾ GSTയുടെ ഭാഗത്തുനിന്നുമാണ്. അപ്പോൾ 2 ഏരിയയാണ്, ഒരു ഏരിയ ഇൻകം ടാക്സും ഒരു ഏരിയ GSTയും. 2 മൊഡ്യൂളാണ് ഇൻകം ടാക്സ് വരുന്നത്, 3 മൊഡ്യൂൾ GSTയിലാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻകം ടാക്സ് കണ്ടിന്യൂ ആണ്. നമ്മൾ 5th സെമസ്റ്ററിൽ പഠിച്ച ഇൻകം ടാക്സിൻ്റെ നേരെ തുടർച്ചയായിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻകം ടാക്സ് അതോറിറ്റി, അവരുടെ റേറ്റ്, കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. തേർഡ് മൊഡ്യൂൾ GST. ഇന്ത്യയിൽ ജൂലൈ 1, 2017 നിലവിൽ വന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 വരുന്നത്. മൊഡ്യൂൾ 4 വരുന്നത് GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൊഡ്യൂൾ 5 പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അണ്ടർ GST. എങ്ങനെയൊക്കെയാണ് നമ്മൾ GSTയിൽ പേയ്മെൻറ്റ് നടത്തുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ 5 മൊഡ്യൂളുകളുള്ളത്. 2 മൊഡ്യൂൾ ഇൻകം ടാക്സും 3 മൊഡ്യൂൾ GST. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മൊഡ്യൂൾ 1 ഇൻകം ടാക്സ് കണ്ടിന്യൂ. ഈ മൊഡ്യൂൾ വരുന്ന ഫസ്റ്റ് ഏരിയ ആണ് ക്ലബിംഗ് ഓഫ് ഇൻകം ആൻഡ് ഡീംഡ് ഇൻകം എന്ന ടോപ്പിക്. അപ്പോൾ മൊഡ്യൂൾ 1 വരുന്ന ചെറിയൊരു ചാപ്റ്ററാണിത്, ക്ലബിംഗ് ഓഫ് ഇൻകം ആൻഡ് ഡീംഡ് ഇൻകം എന്നത്. അത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് ക്ലബിംഗ് ഓഫ് ഇൻകം. ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 60 മുതൽ 65 വരെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകത്തെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 60 മുതൽ 65 വരെയാണത് ക്ലബിംഗ് ഓഫ് ഇൻകം. എന്താണ് ക്ലബിംഗ് ഓഫ് ഇൻകം? ദ പ്രാക്ടീസ് ഓഫ് ഇൻക്ലൂഡിങ് ദി ഇൻകം ഓഫ് ദി അതർ പേഴ്സൺസ് ടു ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി ഈസ് കാൾഡ് ക്ലബിംഗ് ഓഫ് ഇൻകം. ഒരു അസസിയുടെ ടോട്ടൽ ഇൻകത്തോടു കൂടി മറ്റു പേഴ്സൺസിൻ്റെ ഇൻകം കൂടി കൂട്ടുമെങ്കിൽ അതിനെ പറഞ്ഞ പേരാണത് ക്ലബിംഗ് ഓഫ് ഇൻകം. അതായത് നമ്മളുടെ ഇൻകത്തോടു കൂടി മറ്റു ഇൻകംസും കൂടി കൂട്ടുമെങ്കിൽ ആ ഒരു പ്രാക്ടീസിനെ പറഞ്ഞ പേരാണത് ക്ലബിംഗ് ഓഫ് ഇൻകം എന്നത്. ദ ഫോളോവിങ് ഇൻകംസ് ക്ലബ്ഡ് വിത്ത് ഇൻകം ഓഫ് ദി ടാക്സ് പേയർ. താഴെ നൽകുന്ന ഇൻകംസ് ഒരു ടാക്സ് പേയറുടെ കൂടെ എന്ത് ചെയ്യും? ക്ലബ് ചെയ്യും. അതായത് ഒരു അസസിയുടെ കൂടെ ക്ലബ് ചെയ്യുന്ന ഇൻകംസ് ആണ് താഴെ നൽകിയിട്ടുള്ളത്. അതിലൊന്നാണ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇത് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 60. ഇവിടെ എന്ത് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻകം മാത്രമാണ്. എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല? അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. സപ്പോസ് നമ്മൾ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാദർ അദ്ദേഹത്തിൻ്റെ മകന് ഒരു വാടക റൂമിൻ്റെ, ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് എടുക്കാൻ പറയാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് എന്തില്ല, അവന് കൈമാറില്ല. അവനോട് എന്ത് പറയാണ്? റെൻറ്റ് നീ എടുത്തോ എന്ന് പറയാണ്. മകനോട് റെൻറ്റ് എടുക്കാൻ പറഞ്ഞാൽ അത് ആരുടെ ഇംഗത്തോടു കൂടി ക്ലബ് ചെയ്യും? ഫാദറിൻ്റെ ഇംഗത്തോടു കൂടി എന്ത് ചെയ്യും? ക്ലബ് ചെയ്യും. കാരണം എന്താണ്? അസറ്റ് ആരുടെ കൈവശമാണ്? ഫാദറുടെ കൈവശം തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. വെൻ എ പേഴ്സൺ ട്രാൻസ്ഫർ ഓൺലി ദി ഇൻകം. എന്ത് മാത്രമേ ട്രാൻസ്ഫർ ഉള്ളൂ? ഇൻകം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഫ്രം ആൻ അസറ്റ്, ഒരു അസറ്റിൻ്റെ ഇൻകം മാത്രം. ബട്ട് ഡസ് നോട്ട് ട്രാൻസ്ഫർ ഓണർഷിപ്പ്. ആ അസറ്റിൻ്റെ എന്തില്ല? ഉടമാവകാശം എന്തില്ല? ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദ ഇൻകം ഈസ് ക്ലബ്ഡ് വിത്ത് ട്രാൻസ്ഫർ. അത്ര ഇൻകാരുടെ പേര് തന്നെ ക്ലബ് ചെയ്യും, ട്രാൻസ്ഫറുടെ പേര് തന്നെ ക്ലബ് ചെയ്യും. അപ്പോൾ ഇൻകം മാത്രം കൈമാറി കഴിഞ്ഞാൽ ട്രാൻസ്ഫറുടെ പേര് തന്നെ എന്ത് ചെയ്യും?
ആ ഇൻകം ക്ലബ് ചെയ്യും. ഇറ്റ് ഷുഡ് ബി ക്ലബ്ഡ് വിത്ത് ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് റെൻറ്റ് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് ദി അസറ്റ് അല്ലേ. എന്ത് ചെയ്യാണ്, റെൻറ്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്യാണ്, അസറ്റിൻ്റെ എന്ത് ചെയ്തില്ല, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അസറ്റിൻ്റെ റെൻറ്റ് മറ്റൊരാൾക്ക് റെൻറ്റ് നീ എടുത്തു എന്ന് പറയാണ്, പക്ഷെ എന്ത് കൈമാറുന്നില്ല, ആ ഹൗസ് കൈമാറുന്നില്ല. അപ്പം അത്തരം ഇൻകം എന്ത് ചെയ്യും, ട്രാൻസ്ഫറുടെ ഇൻകത്തോടു കൂടി ക്ലബ് ചെയ്യും. സെക്കൻഡ് പോയിന്റ്, റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. സെക്ഷൻ വരുന്നത് 61, 62 റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിപ്പിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ട്രാൻസ്ഫർ ആണെന്ന് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അതായത് ഒരു അസറ്റ് ഒരു കണ്ടീഷൻ പ്രകാരം മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിക്കുകയാണ്. ചിലപ്പോൾ അത് റിയലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അങ്ങനെ കാണിക്കുകയാണ്. അതിനുശേഷം അത് റിയൽ ഓണറിലേക്ക് തന്നെ റീട്രാൻസ്ഫർ നടത്തുകയാണ്. അതിനാണ് നമ്മൾ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഇഫ് ആൻ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് അണ്ടർ എ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ പ്രകാരം എന്ത് ചെയ്യാണ്, ഒരു അസറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുകയാണ്. ദാറ്റ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ബാക്ക്, അതെന്ത് ചെയ്യുന്നു, പിന്നീട് തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിപ്പിക്കാൻ വേണ്ടി ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെന്ന് കാണിക്കുകയാണ്. അപ്പോൾ ആ ടാക്സിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം അത് റിയൽ ഓണറിലേക്ക് തന്നെ റീട്രാൻസ്ഫർ നടക്കുകയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ദ ഇൻകം ഫ്രം ദാറ്റ് അസറ്റ് ഈസ് ടാക്സബിൾ ടു ദി ട്രാൻസ്ഫർ. അത്തരം അസറ്റുകൾക്ക് ട്രാൻസ്ഫർ തന്നെ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ക്ലബ്ഡ് വിത്ത് ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. ആ ഒരു സെൻറ്റൻസാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ക്ലബ്ഡ് വിത്ത് ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. നെക്സ്റ്റ്, ഇൻകം ഓഫ് സ്പൗസ്. സെക്ഷൻ 64 സബ്സെക്ഷൻ 1(4). ഇഫ് ആൻ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫേഴ്സ് ആൻ അസറ്റ് ടു സ്പൗസ്, ഒരു ഇൻഡിവിജ്വൽ ഒരു അസറ്റ് സ്പൗസിന് കൈമാറുകയാണ്. വിത്തൗട്ട് ആഡ്വക്കേറ്റ് കൺസിഡറേഷൻ നൽകാതെ സ്പൗസിന് കൈമാറിക്കഴിഞ്ഞാൽ ഇൻകം ഫ്രം ദാറ്റ് അസറ്റ് ഈസ് ക്ലബ്ഡ് വിത്ത് ദി ട്രാൻസ്ഫർ. അത്തരം അസറ്റിൻ്റെ ഇൻകം ആരുടെ പേര് ക്ലബ്ബ് ചെയ്യും, ട്രാൻസ്ഫറുടെ പേര് തന്നെ ക്ലബ്ബ് ചെയ്യും. അപ്പോൾ ഒരു വ്യക്തി അതിൻ്റെ വൈഫിന് ആഡ്വക്കേറ്റ് കൺസിഡറേഷൻ പൈസ ഒന്നും വാങ്ങാതെ ഒരു അസറ്റ് കൈമാറുകയാണ്. അത്തരം ഇൻകം ആ ഹസ്ബൻഡിൻ്റെ പേരിൽ എന്ത് ചെയ്യും, ക്ലബ്ബ് ചെയ്യും. ആരാണോ ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത് അയാളുടെ പേരിൽ എന്ത് ചെയ്യും, ക്ലബ്ബ് ചെയ്യും. അപ്പോൾ ഇൻകം ഓഫ് സ്പൗസ് ക്ലബ്ഡ് വിത്ത് ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. നെക്സ്റ്റ്, ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ, അതായത് സൺസ് വൈഫ്. സെക്ഷൻ വരുന്നത് 64 സബ്സെക്ഷൻ 1(4) ഡോട്ടർ ഇൻ ലോ വരുന്നത്. ഇൻകം അറൈസിങ് ഫ്രം അസറ്റ് ട്രാൻസ്ഫേർഡ് ടു സൺസ് വൈഫ്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അസറ്റ് സൺസ് വൈഫിന്, അതായത് ഡോട്ടർ ഇൻ ലോക്ക് കൈമാറിക്കഴിഞ്ഞാൽ വിത്തൗട്ട് ആഡ്വക്കേറ്റ് കൺസിഡറേഷൻ, യാതൊരു പാരിതോഷികവും വാങ്ങാതെ കൈമാറിക്കഴിഞ്ഞാൽ ഈസ് ക്ലബ്ഡ് വിത്ത് ദി ട്രാൻസ്ഫറർ. സെയിം പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഒരു ഡോട്ടർ ഇൻ ലോക്ക് അസറ്റ് ആഡ്വക്കേറ്റ് കൺസിഡറേഷൻ വാങ്ങാതെ കൈമാറിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫറുടെ പേര് തന്നെ ക്ലബ്ബ് ചെയ്യും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ ക്ലബ്ഡ് വിത്ത് ദി ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. ഓക്കെ അല്ലോ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫേർഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സൺസ് വൈഫ്. സെയിം പോയിന്റ് തന്നെയാണ്, നമ്മൾ നാലാമത് പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്, പക്ഷേ ഇവിടെ ബെനഫിറ്റാണ്. അതായത് ഇപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ സൺസ് വൈഫിന് അല്ലേ ഒരു
ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പ് റൺ ചെയ്യാൻ കൊടുക്കുകയാണ്. അതായത് അവരുടെ ബെനഫിറ്റിനാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് ആരുടെ പേര് ക്ലബ്ബ് ചെയ്യും? ട്രാൻസ്ഫറുടെ പേര് തന്നെ ക്ലബ്ബ് ചെയ്യും. ഇഫ് ആൻ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എനി പേഴ്സൺ ഓർ ട്രസ്റ്റ്, ഏതെങ്കിലും വ്യക്തിക്കോ ഏതെങ്കിലും ട്രസ്റ്റിനോ ഫോർ ദി ബെനഫിറ്റ് ഓഫ് സൺസ് വൈഫ്, അതെന്തിനാണ്? സൺസ് വൈഫിൻ്റെ ബെനഫിറ്റിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആരുടെ പേര് തന്നെ ക്ലബ്ബ് ചെയ്യും? ട്രാൻസ്ഫറുടെ പേര് തന്നെ ക്ലബ്ബ് ചെയ്യും. 6th പോയിന്റ്, ഇൻകം ഓഫ് മൈനർ ചൈൽഡ്. സെക്ഷൻ 64(1)(a). മൈനർ മീൻസ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് അറ്റൈൻഡ് ഏജ് ഓഫ് 18. 18 വയസ്സ് തികയാത്ത വ്യക്തിക്കാണെന്ന് പറയാം മൈനർ എന്ന് പറയാം. ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഈസ് ക്ലബ്ബ്ഡ് വിത്ത് പാരൻറ്റ് ഹൂസ് ഇൻകം ഈസ് ഗ്രേറ്റർ. മൈനറുടെ ഇൻകം ക്ലബ്ബ് ചെയ്യുക പാരൻ്റെ ഇൻകത്തോട് കൂടിയാണ്. അതിൽ ആർക്കാണോ കൂടുതൽ ഇൻകം, ഫാദറിനാണ് കൂടുതൽ ഇൻകമെങ്കിൽ ഫാദറിൻ്റെ ഇൻകത്തോട് കൂടി ക്ലബ്ബ് ചെയ്യും. ഇനി മദറിനാണ് കൂടുതൽ ഇൻകമെങ്കിൽ മദറിൻ്റെ ഇൻകത്തോട് കൂടി ക്ലബ്ബ് ചെയ്യും. അപ്പോൾ ഒരു മൈനറുടെ ഇൻകം ക്ലബ്ബ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ പാരൻറ്റോട് കൂടിയാണ്. ആ പാരൻസിൽ ആർക്കാണോ കൂടുതൽ ഇൻകം, ഫാദറിനാണെങ്കിൽ ഫാദറിൻ്റെ ഇൻകത്തോട് കൂടി, മദറിനാണെങ്കിൽ മദറിൻ്റെ ഇൻകത്തോടു കൂടി. ഇതിൽ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഒന്നാണ് ഇൻകം ഏൺഡ് ത്രൂ സ്കിൽ, ടാലൻറ്റ്, മാനുവൽ വർക്ക്. കുട്ടി ഇൻകം ഏൺ ചെയ്തിട്ടുള്ളത് അതെൻ്റെ സ്കില്ല്, ടാലൻറ്റ്, മാനുവൽ വർക്ക് എന്നാണെങ്കിൽ എക്സംഷൻ ലഭിക്കും. അതുപോലെ തന്നെ ഡിസേബിൾഡ് മൈനർ ചൈൽഡ്, സെക്ഷൻ 80(u)ലാണ് ഡിസബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. അതായത് അംഗവൈകല്യമുള്ള കുട്ടിയാണെങ്കിലും എക്സംഷൻ ലഭിക്കും. എക്സംഷൻ ലഭിക്കുക 1500 ആണ്. 1500 പെർ ചൈൽഡാണ്. ഒരു കുട്ടിക്ക് 1500 രീതിയിലാണ് എന്ത് കിട്ടുക? എക്സംഷൻ ലഭിക്കുക. സെക്ഷൻ വരുന്നത് 10(32)ലാണ്. അപ്പോൾ മൈനർ ചൈൽഡിൻ്റെ ഇൻകം ക്ലബ്ബ് ചെയ്യുക പാരൻറ്റിൻ്റെ ഇൻകത്തോട് കൂടിയാണ്. പാരൻറ്റിൽ ആർക്കാണോ കൂടുതൽ ഇൻകം അവരുടെ പേരിലാണ് ക്ലബ്ബ് ചെയ്യുക. നെക്സ്റ്റ് പോയിൻ്റാണ് ക്രോസ് ട്രാൻസ്ഫേഴ്സ് ഓർ ഇൻഡയറക്റ്റ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയും. സെക്ഷൻ വരുന്നത് 64 ആണ്. ഇഫ് 2 or more ട്രാൻസാക്ഷൻ ആർ ഇൻ്റർ കണക്റ്റഡ് ആർ പാർട്ട് ഓഫ് ദി സെയിം ട്രാൻസാക്ഷൻ ഇറ്റ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. അതായത് രണ്ടോ അതിൽ കൂടുതലോ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാണ്? ഇൻ്റർ കണക്റ്റഡ് ചെയ്യാണ്. അത് സെയിം ട്രാൻസാക്ഷൻ്റെ ഭാഗം തന്നെ ആക്കാം. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ നടത്തുകയാണ്. അത്തരം ട്രാൻസ്ഫറിൻ്റെ കേസിലും അത്തരം ഇൻകം ക്ലബ്ബ് ചെയ്യുക ട്രാൻസ്ഫറുടെ പേരിലാണ്. ആരാണോ ട്രാൻസ്ഫറർ അയാളുടെ പേരിലാണ് എന്ത് ചെയ്യുക? ക്ലബ്ബ് ചെയ്യുക. അപ്പോൾ ക്രോസ് ട്രാൻസ്ഫറും ക്ലബ്ബ്ഡ് വിത്ത് ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. നെക്സ്റ്റ് ആണ് ഇൻകം ഓഫ് കൺവേർട്ടഡ് പ്രോപ്പർട്ടി. സെക്ഷൻ വരുന്നത് 64 സബ്സെക്ഷൻ 2ലാണ്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ കൺവേർട്സ് സെൽഫ് അക്വേർഡ് പ്രോപ്പർട്ടി ഇൻ ടു HUF, അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സെൽഫ് അക്വേർഡ് പ്രോപ്പർട്ടി HUFലേക്ക് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പ്രോപ്പർട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇൻകം ഫ്രം സച്ച് പ്രോപ്പർട്ടി ഈസ് ക്ലബ്ബ്ഡ് വിത്ത് ട്രാൻസ്ഫർ. അത്തരം പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ആരുടെ പേര് തന്നെ ക്ലബ്ബ് ചെയ്യുക? ട്രാൻസ്ഫറുടെ പേര് തന്നെയാണ് ക്ലബ്ബ് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ലേ, കൺവേർട്ടഡ് പ്രോപ്പർട്ടി ഷുഡ് ബി ക്ലബ്ബ്ഡ് വിത്ത് ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ആണ് ഇതിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 8 പോയിൻ്റാണ് പറഞ്ഞത്. ഒന്ന്, ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി, അല്ലെ നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് തന്നെ ഇൻകം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ. 2, റിവോക്കബിൾ ട്രാൻസ്ഫറോ. 3, ഇൻകം ഓഫ് സ്പൗസ്. 4, ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ. 5, ഇൻകം ഓഫ് അസറ്റ് ബെനിഫിറ്റ് ഓഫ് സൺസ് വൈഫ്. ദെൻ 6, മൈനർ ചൈൽഡ്. 7, ക്രോസ് ട്രാൻസ്ഫർ. 8, ഇൻകം ഓഫ് കൺവേർട്ടഡ് പ്രോപ്പർട്ടി.
നെക്സ്റ്റ് വരുന്ന മേജർ ടോപ്പിക്കാണ് ഡീംഡ് ഇൻകംസ് ഓർ അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ് എന്ന ടോപ്പിക്ക്. ഡീംഡ് ഇൻകംസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതെല്ലാം ഇൻകംസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും എന്നതാണ് ഡീംഡ് ഇൻകംസ് ഓർ അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ് എന്ന ടോപ്പിക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ദ ഫോളോവിങ് ഇൻകംസ് ഷാൾ ബി ഇൻക്ലൂഡഡ്. ഒരു അസസിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ താഴെ പറയുന്ന ഇൻകംസ് എന്ത് ചെയ്യും, അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും, ആഡ് ചെയ്യിപ്പിക്കും. അതിലൊന്നാണ് ഷെയർ ഓഫ് മെമ്പർ ഫ്രം ആൻ AOP. AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. BO എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും മെമ്പറുടെ AOPയോ BOയോ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഷെയറിന് അയാളുടെ ഇൻകത്തിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യിപ്പിക്കും. സെക്കൻഡാണ് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ക്യാഷ് വരുന്നുണ്ട്, പക്ഷേ ആ ക്യാഷ് ഒന്നുമില്ല, സോഴ്സ് ഇല്ല. അപ്പം നമ്മളുടെ അക്കൗണ്ടിൽ ഒരുപാട് ക്യാഷ് ക്രെഡിറ്റ് ആകുന്നുണ്ട്, അതിന് സോഴ്സ് ഇല്ലെങ്കിൽ നമ്മളുടെ ഇൻകത്തോട് കൂടി, ടോട്ടൽ ഇൻകത്തോട് കൂടി ആ ക്യാഷ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. നെക്സ്റ്റ് ആണ് അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്തില്ല, അത് സ്റ്റോക്കിലായിക്കോട്ടെ ഷെയറിലായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്തില്ല, എവിടെയും റെക്കോർഡ് ചെയ്തിട്ടുമില്ല, എന്ത് ചെയ്തില്ല, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻകത്തിനും കൂടി ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നെക്സ്റ്റ് ആണ് അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം. ഏതെങ്കിലും കള്ളപ്പണൊക്കെ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, നമ്മൾ എവിടെയും റെക്കോർഡ് ചെയ്യാത്ത പൈസ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻകത്തോട് കൂടി എന്ത് ചെയ്യും, ടോട്ടൽ ഇൻകത്തോട് കൂടി കൂട്ടും. ദെൻ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ. എന്തെങ്കിലും ചെലവുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ അതും നമ്മുടെ ഇൻകത്തിൽ ആഡ് ചെയ്യും. നെക്സ്റ്റ് ആറാമത്തെ പോയിൻ്റാണ് എമൗണ്ട് ബോറോവുഡ് ഓർ റീപെയ്ഡ് ഓൺ ഹണ്ടീസ്. നമ്മൾ ഏതെങ്കിലും വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കടം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടും നമ്മളുടെ ഇൻകത്തോട് കൂടി എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ എമൗണ്ട് ബോറോവുഡ് ഓർ റീപെയ്ഡ് ഹണ്ടീസും നമ്മളുടെ ഇൻകത്തോട് കൂടി ഡീംഡ് ചെയ്യും. അപ്പോൾ 6 പോയിൻ്റാണ് പറഞ്ഞത്. ഒന്ന് ഷെയർ ഓഫ് മെമ്പർ ഫ്രം AOP ഓർ BOI. 2 ക്യാഷ് ക്രെഡിറ്റ്, അല്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ക്യാഷ് വരിക, സോഴ്സ് ഇല്ലാത്ത ക്യാഷ് ആയിരിക്കും. നെക്സ്റ്റ് അൺറെക്കോർഡഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് അൺറെക്കോർഡഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം. ദെൻ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ. ദെൻ ലാസ്റ്റ് പോയിൻ്റ് എമൗണ്ട് ബോറോവുഡ് ഓർ റീപെയ്ഡ് ഓൺ ഹണ്ടീസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡീംഡ് ഇൻകത്തിൻ്റെ ടാക്സ് റേറ്റ് ആണ്. റേറ്റ് ഓഫ് ടാക്സ് ഓൺ ഡീംഡ് ഇൻകം. ഇൻകം ടാക്സ് വരുന്നത് 60%. അപ്പോൾ ഡീംഡ് ഇൻകത്തിൻ്റെ ഇൻകം ടാക്സ് റേറ്റ് 60%. സർചാർജ് 25% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ 4%. അപ്പോൾ ടാക്സ് റേറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കുക. ഇൻകം ടാക്സ് 60%, സർചാർജ് 20%, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ 4%. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GSTയിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്തത്. 2 ടോപ്പിക്കാണ് അതിൽ വരുന്നത്. ഒന്ന് ക്ലബിംഗ് ഓഫ് ഇൻകം, മറ്റൊന്ന് ഡീംഡ് ഇൻകം. ഓക്കെ, താങ്ക് യു.